ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു 4 ചോദ്യങ്ങളുണ്ട്. ആദ്യം വീണ്ടും ഒരു 2 ചോദ്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ആകെ ഈ വീഡിയോയിൽ ഈ 6 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇടത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്യാതെ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാനാണ്. വലത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾ വീഡിയോ കണ്ട് സമയം കളയരുത്. ചെയ്യാൻ അറിയത്തില്ലാത്ത കുട്ടികൾ ഓരോന്നായിട്ട് കണ്ട് എക്സ്പ്ലനേഷൻസ് കണ്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പ്രോത്സാഹനം കുറഞ്ഞു വരുന്നു. നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. എൻ്റെ വാക്ക് ഞാൻ കറക്റ്റ് പാലിക്കുന്നു. വീഡിയോസ് ഞാൻ ഇടുന്നു. നിങ്ങൾക്ക് അതിന് നല്ല ഒരു റെസ്പോൺസ് തരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കൂടുതലായിട്ട് തന്നാൽ കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു. അത് മറക്കരുത് മക്കളെ. നിങ്ങളുടെ ഒരു ലൈക്കും നിങ്ങളുടെ ഒരു നല്ല വാക്കും കൂടുതലായിട്ട് നന്നായിട്ട് ചെയ്യാൻ സഹായിക്കും. ശരി മക്കളെ, നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. 43ാമത്തെ ചോദ്യമാണ് ആദ്യം ചെയ്യുന്നത്. ഒരു ഓട്ടക്കാരൻ വേഗത 15 സെക്കൻഡിൽ 150 മീറ്ററാണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? ഓക്കെ, ഇവിടെ സ്പീഡ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇവിടെ 15 സെക്കൻഡിൽ 150 മീറ്ററാണ് അയാളുടെ വേഗത എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എനിക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. ശരി, ഡിസ്റ്റൻസ് ഇവിടെ 150 ടൈം ഇവിടെ 15 ആണ്. അപ്പോൾ 150/15 എന്ന് പറഞ്ഞാൽ എനിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. കാരണം ഡിസ്റ്റൻസ് മീറ്ററിലാണ്, ടൈം സെക്കൻഡിലാണ്. അപ്പോൾ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡ് കണ്ടുപിടിച്ചു. ഡിസ്റ്റൻസും ടൈമും ചോദ്യത്തിലുണ്ട്. എനിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ചോദ്യം അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണെന്ന്. അതായത് 10 മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടിയതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കണം എന്നാണ് അവരാവശ്യപ്പെട്ടേക്കുന്നത് അല്ലേ? എനിക്കറിയാം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ ഇൻറ്റു 18/5 ചെയ്യണം അല്ലേ? അപ്പോൾ ആൻസർ 10 ഇൻറ്റു 18/5. ഇവനെയും തട്ടിക്കളയാം. 2 ഇൻറ്റു 18 ഈക്വൽ ടു 36 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. 36 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത. ഒന്നുകൂടെ പറയാം. ഇവിടെ സമയം 15 സെക്കൻഡ്, ദൂരം 150 മീറ്റർ. അയാളുടെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അയാളുടെ സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം. 150/15 10 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. ചോദ്യം 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കുന്ന. മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടിയതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കണം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 36 കിലോമീറ്റർ പെർ അവർ എന്നാണ് കിട്ടുന്നത്. അതായത് 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത. ശരി, മുന്നോട്ട് പോവാം. 2ാമത്തെ ചോദ്യം ഇന്നത്തെ. 48 കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഡിസ്റ്റൻസ് കാണാനാണ് ചോദ്യം. വേറെ ഒന്നുമില്ല, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. LGSൻ്റെ സിമ്പിൾ ചോദ്യമാണ്. സ്പീഡ് 48 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈം 5 മണിക്കൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 48 ഇൻറ്റു 5 240 കിലോമീറ്റർ ദൂരം എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ബസ്സിൻ്റെ വേഗത 52 കിലോമീറ്റർ പെർ അവർ ആണ്. 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം. ഇതും ദൂരം കണ്ടുപിടിക്കാനാണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണെന്നറിയാം. ഇവിടെ ഓൾറെഡി സ്പീഡുണ്ട് 52 കിലോമീറ്റർ പെർ അവർ. ടൈമുണ്ട് 6 മണിക്കൂർ. 52 ഇൻറ്റു 6 ആണ് മക്കളെ 312 കിലോമീറ്റർ എന്ന് കിട്ടും. നമ്മുടെ ആൻസർ വീണ്ടും ഓപ്ഷൻ സി ആണ്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ ഇതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. ഓക്കെ, അതായത് 3 മണിക്കൂറിൽ 150 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കും അല്ലേ?
മണിക്കൂറിൽ 150 കിലോമീറ്റർ പൂർത്തിയാക്കും എങ്കിൽ ഈ കാർ 110 കിലോമീറ്റർ പൂർത്തിയാക്കാൻ അതേ വേഗതയിൽ എത്ര സമയം എടുക്കുന്നു? ഇത് വെറുതെ സിമ്പിളായിട്ട് ഇക്വേറ്റ് ചെയ്താൽ പോരെ. അതായത് 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ 3 മണിക്കൂർ വേണം എങ്കിൽ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എത്ര സമയം വേണം എന്നാണ് ചോദ്യം. അതേ വേഗത കോൺസ്റ്റൻ്റാണ്. 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ 3 മണിക്കൂർ വേണമെങ്കിൽ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എത്ര സമയം? മക്കളെ, ഉത്തരം കാണാൻ വേറൊന്നും ചെയ്യണ്ട, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 110 × 3 ഡിവൈഡഡ് ബൈ 180. സോ ഇതും കൂടെ വെട്ടിക്കളഞ്ഞു, 60 അല്ലേ. ഇതും കൂടെ വെട്ടിപ്പോയി, ഈക്വൽ ടു 11/6 മണിക്കൂർ എന്ന് കിട്ടി അല്ലേ. ഇത് 3 മണിക്കൂറല്ലേ, അപ്പോൾ ഇവിടെ കിട്ടുന്നത് മണിക്കൂറിലാണ്. 11/6 മണിക്കൂർ. ഓപ്ഷൻ അങ്ങനെയല്ല കിടക്കുന്നത്. അപ്പോൾ 11/6 മണിക്കൂർ എന്നുള്ളതിനെ ഞാൻ മിനിറ്റിലേക്ക് മാറ്റി, മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഗുണിക്കണം, ഈക്വൽ ടു 110 മിനിറ്റ് എന്ന് കിട്ടും. 110 മിനിറ്റ്. 110 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 50 മിനിറ്റാണ് അല്ലേ. 60 മിനിറ്റ് ആണല്ലോ 1 മണിക്കൂർ. 110 മിനിറ്റ് എന്ന് പറയുമ്പം 1 മണിക്കൂറും 50 മിനിറ്റും. സോ നമ്മുടെ ആൻസർ 1 മണിക്കൂർ 50 മിനിറ്റ് എന്നാണ് മക്കളെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചെയ്തത് സംശയമൊന്നുമില്ലല്ലോ. സ്പീഡൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ. 180 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3 മണിക്കൂർ, 110 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം? ഓക്കെ, 110 × 3/180, 11/6 മണിക്കൂർ. മിനിറ്റിലാക്കാൻ ×60 ചെയ്തു, അത് 1 മണിക്കൂർ 50 മിനിറ്റാണ്. മുന്നോട്ട് പോകാം. ശരി, അടുത്ത ചോദ്യം. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/h വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/h വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത എത്രയാണ്? ഓക്കെ, സോ ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്നതാണ്. ആകെ സഞ്ചരിച്ച ദൂരം ബൈ സഞ്ചരിക്കാനെടുത്ത സമയം. ഇവർ പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് വരയ്ക്കാവേ, ആ സാഹചര്യം ഒന്ന് വരയ്ക്കാം. ഒരു കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/h വേഗതയിൽ സഞ്ചരിച്ചു. അടുത്ത 5 മണിക്കൂർ സമയം 48 km/h വേഗതയിൽ സഞ്ചരിച്ചു എങ്കിൽ കാറിൻ്റെ ശരാശരി വേഗത. അപ്പോൾ ആദ്യം ആകെ ദൂരം ബൈ ആകെ സമയമല്ലേ. ആകെ ദൂരം എന്ന് പറഞ്ഞാൽ ഇതാണ് ആകെ ദൂരം കണ്ടുപിടിക്കണം. അത് 120 കിലോമീറ്ററാണ്. ഓക്കെ, ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ 240 കിലോമീറ്ററാണ്. എങ്ങനെ കിട്ടി? എനിക്കറിയാം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഇവിടെയും ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈമാണ്. സോ ഇവിടുന്ന് ഇവിടം വരെ 120 കിലോമീറ്റർ, ഇവിടുന്ന് ഇവിടം വരെ 240 കിലോമീറ്റർ. അപ്പോൾ ആകെ നമുക്കറിയാം, ആകെ സഞ്ചരിച്ച ദൂരം 360 കിലോമീറ്ററാണ്. ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം. ആകെ സമയം എന്ന് പറഞ്ഞാൽ 3ഉം 5ഉം 8 മണിക്കൂറാണ്. 360/8 വരും മക്കളെ. നമ്മൾ വെട്ടിക്കളഞ്ഞ് ചെയ്യുമ്പം ഇത് 180, ഇത് 4, ഇത് വീണ്ടും 90, ഇത് 2, 90/2 45 km/h എന്ന് കിട്ടും ആൻസർ. ചെയ്തത് ക്ലിയർ ആണോ? ആവറേജ് സ്പീഡിൻ്റെ കുറേ ചോദ്യങ്ങളായി. ആവറേജ് സ്പീഡ് കാണാനുള്ള ജനറൽ ഇക്വേഷനാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആകെ ദൂരം ബൈ ആകെ സമയം. ഇവിടെ 2 സെക്ഷനായിട്ടാണ് യാത്ര ചെയ്യുന്നത് അല്ലേ. സോ സമയം അറിയാം, ആകെ യാത്രയ്ക്ക് എടുത്ത്, ദൂരം അറിയില്ല. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, രണ്ടാമത്തെ സെക്ഷൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, പിന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്യും. റെഡിയാണല്ലോ അല്ലേ? എങ്കിൽ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ എന്ന സ്ഥലത്തു നിന്നും ബി എന്ന സ്ഥലത്തേക്ക് 5 കിലോമീറ്റർ ദൂരമുണ്ട്. എയിൽ നിന്നൊരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിക്കുന്നു. സ്കൂട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്യുന്നത്. സോ കാറിൻ്റെയും സ്കൂട്ടറിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ 2:1 എടുക്കാം. കാരണം സ്കൂട്ടറിൻ്റെ ഇരട്ടി വേഗതയിലാണ് കാറ് പോകുന്നത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല.
അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത് എങ്കിൽ കാറിൻ്റെ വേഗത എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം? എ എന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്കൂട്ടറും പോകുന്നുണ്ട്, ഒരു കാറും പോകുന്നുണ്ട്. ബിയിലേക്കാണ് പോകുന്നത്. സ്കൂട്ടറിൻ്റെ ഇരട്ടി വേഗതയാണ് നമ്മുടെ കാറിനുള്ളത്. പക്ഷേ ബിയിൽ രണ്ടും ഒരുമിച്ചാണ് എത്തിച്ചേർന്നത്. അതിന് കാരണം ഒരു 3 മിനിറ്റ് സമയം കാറ് നിർത്തിയിട്ടു പെട്രോൾ അടിക്കാൻ, അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം ഇപ്പോൾ കാറ് നിർത്തിയില്ലായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സ്കൂട്ടർ എത്തുന്നതിന് 3 മിനിറ്റ് മുമ്പേ കാർ അവിടെ എത്തും എന്നല്ലേ അതിൻ്റെ അർത്ഥം. രണ്ടും ഇത്തവണ ഒരുമിച്ചാണ് എത്തിയത്. ഒരുമിച്ചെത്താൻ കാരണം കാറാണ് വേഗത്തിൽ ആദ്യം എത്തേണ്ടത്, പക്ഷെ ഒരുമിച്ചാണ് എത്തിയത്. കാരണം കാറ് 3 മിനിറ്റ് ഓടാതെ നിർത്തിയിട്ടു, അല്ലേ? അപ്പം നിങ്ങൾ ഓർത്തേ, കാറ് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ സ്കൂട്ടർ എത്തുന്നതിന് 3 മിനിറ്റ് മുൻപേ കാർ അവിടെ എത്തിയേനെ, അങ്ങനെയല്ലേ? അപ്പം സ്കൂട്ടർ എടുക്കുന്ന സമയവും കാർ എടുക്കുന്ന സമയവും തമ്മിൽ ഡിഫറൻസ് 3 മിനിറ്റ് ആയേനെ, ആണല്ലോ. അപ്പം 3 മിനിറ്റ് അല്ലേ ഇവ എടുക്കുന്ന സമയങ്ങൾ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ കാറിൻ്റെയും സ്കൂട്ടറിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ 2:1 ആണെന്നും അവരെടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ, നിശ്ചിത ദൂരം കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ 1:2 ആണെന്നും മനസ്സിലാക്കാം. കാരണം സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈമാണ്. അപ്പോൾ കാർ എടുക്കുന്ന സമയം 1x മിനിറ്റ്, സ്കൂട്ടർ എടുക്കുന്ന സമയം 2x മിനിറ്റ്. ഇവർ രണ്ടും എടുക്കുന്ന സമയങ്ങളുടെ വ്യത്യാസമാണ് 1x, അതാണ് 3 മിനിറ്റ്. അപ്പോൾ 1x 3 മിനിറ്റ് ആണെങ്കിൽ കാറ് 3 മിനിറ്റ് യാത്രയ്ക്ക് എടുത്തു എന്ന അർത്ഥം. സ്കൂട്ടർ 6 മിനിറ്റ് യാത്രയ്ക്ക് എടുത്തു എന്ന അർത്ഥം. എങ്കിൽ കാറിൻ്റെ വേഗത എത്ര എന്നാ ചോദ്യം. നമുക്കറിയാം, സ്പീഡ് കാണാൻ ചോദിച്ചാൽ മക്കളെ ഡിസ്റ്റൻസ് ബൈ ടൈം ഇക്വേഷൻ, അല്ലേ? ഇവിടെ ഡിസ്റ്റൻസ് 5 കിലോമീറ്ററാണ് സഞ്ചരിച്ച്. ടൈം എടുത്തത് കാറിന് 3 മിനിറ്റാണ്. 3 മിനിറ്റ് എന്നുള്ളതിനെ അവറിലേക്ക് മാറ്റുമ്പോൾ ബൈ 60 ചെയ്യണം, അല്ലേ? വെട്ടിക്കളയുമ്പോൾ 1/20 എന്ന് വരും. ഇനി ഈക്വൽ ടു തിരിഞ്ഞ് വരും 5 × 20/1 എന്ന് വരും. 5 × 20 100 കിലോമീറ്റർ പെർ അവർ വേഗത എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സംശയങ്ങളാണ്, ഞാൻ ഒന്നുകൂടെ പറയാവേ, ഒരു റൗണ്ടൂടെ പറയാതെ ഡൗട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഒന്നുമില്ല മക്കളെ, ശ്രദ്ധിച്ച് കേട്ടേ. എയിൽ നിന്ന് ബിയിലേക്ക് 5 കിലോമീറ്റർ ദൂരമുണ്ട്. കാറും സ്കൂട്ടറും ഒരുമിച്ച് പോന്നു. കാറിന് ഇരട്ടി വേഗതയുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കാറായിരിക്കും ആദ്യം എത്തുന്നത്. പക്ഷേ രണ്ടും ഒരുമിച്ചാണ് ബിയിലെത്തിയത്. കാരണം കാറ് 3 മിനിറ്റ് പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ടു. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ച്, കാറ് നിർത്തിയില്ലായിരുന്നെങ്കിൽ സ്കൂട്ടർ എത്തുന്നതിന് 3 മിനിറ്റ് മുമ്പേ കാർ അവിടെ എത്തിയേനെ. അപ്പോൾ കാർ എടുക്കുന്ന സമയവും യാത്രയ്ക്ക് സ്കൂട്ടർ എടുക്കുന്ന സമയവും തമ്മിൽ 3 മിനിറ്റിൻ്റെ വ്യത്യാസം വരുമായിരുന്നു, അല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി, കാർ എടുക്കുന്ന സമയവും സ്കൂട്ടർ എടുക്കുന്ന സമയം തമ്മിൽ വ്യത്യാസമാണ് ഈ 3 മിനിറ്റ്. ഇനി സ്പീഡിൻ്റെ റേഷ്യോ 2:1 ആണ്. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ 1:2 ആണ്. സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈമാണ്. അപ്പോൾ കാർ എടുക്കുന്ന സമയം 1 യൂണിറ്റ് സമയം, സ്കൂട്ടർ എടുക്കുന്ന സമയം 2 യൂണിറ്റ്. ഇനി നമുക്കറിയാം, ഇവരെടുക്കുന്ന സമയങ്ങളുടെ വ്യത്യാസം 3 മിനിറ്റാണ്. അപ്പോൾ വ്യത്യാസം 1 യൂണിറ്റ് അല്ലേ, അത് 3 മിനിറ്റ് എന്ന് എടുക്കാം. അപ്പം 1 യൂണിറ്റ് സമയമാണ് കാർ എടുത്തെങ്കിൽ കാറ് 3 യൂണിറ്റ് സമയം അല്ലെങ്കിൽ 3 മിനിറ്റ് സമയം എടുത്തു എന്നർത്ഥം. സ്കൂട്ടർ 6 മിനിറ്റ് സമയം യാത്രയ്ക്ക് എടുത്തു എന്നർത്ഥം. ട്രാവൽ ചെയ്യാൻ മാത്രം. കാർ എടുത്ത് 3 മിനിറ്റ്, സ്കൂട്ടർ എടുത്ത് 6 മിനിറ്റ്. ഇനി കാറിൻ്റെ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യണം. ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ. ടൈം 3 മിനിറ്റ് എന്ന് എടുത്താൽ യൂണിറ്റ് ചേരുകയില്ല. കിലോമീറ്ററിന് ചേരുന്ന ടൈമിന് യൂണിറ്റ് അവറാണ്. അപ്പോൾ 3 മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ ബൈ 60 ചെയ്തു. 3ഉം 60ഉം വെട്ടിക്കളഞ്ഞു 1/20 എന്ന് വരും. 20 തിരിഞ്ഞ് മുകളിൽ വരുമ്പം ആൻസർ 5 × 20 100 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.